Hello all, welcome to CS Classroom. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് നമ്പർ 1 ബൈനറി ഹീപ്പ് ട്രീ. ബൈനറി ഹീപ്പ് ട്രീ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കും, പിന്നെ അതിൻ്റെ ഓപ്പറേഷൻസ്, ദെൻ പ്രയോറിറ്റി ക്യൂ എന്താണെന്ന് മനസ്സിലാക്കും, ബൈനറി ഹീപ്പ് അതെങ്ങനെയാണ് പ്രയോറിറ്റി ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദി ഫസ്റ്റ് ടോപ്പിക് വിച്ച് ഈസ് കോൾഡ് ആസ് ദി ബൈനറി ഹീപ്പ് ട്രീ. സോ ബൈനറി ഹീപ്പ് അതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. കംപ്ലീറ്റ് ബൈനറി ട്രീനെ കുറിച്ച് നമ്മൾ ഒരു പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ നോക്കിയിരുന്നു. നിങ്ങളത് അത് കണ്ടിട്ടില്ല എങ്കിൽ അത് കണ്ടിട്ട് ഈ ടോപ്പിക് നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു കംപ്ലീറ്റ് ബൈനറി ട്രീ. ഓക്കെ, സോ ഇറ്റ്സ് എ കംപ്ലീറ്റ് ബൈനറി ട്രീ ദാറ്റ് സാറ്റിസ്ഫൈസ് ഹീപ്പ് പ്രോപ്പർട്ടി. സോ ഹീപ്പ് പ്രോപ്പർട്ടി എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. സോ കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ ഓൾ ലെവൽസ് ഫിൽഡ് എക്സെപ്റ്റ് മേ ബി ദ ലാസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ലെവൽ ഫിൽഡ് ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് ഒരു റീക്യാപ്പ് എന്ന രീതിയിൽ പറയാം. നമ്മുടെ ഇങ്ങനെ ലെവൽസ് ഉണ്ടെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. സപ്പോസ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ലെവൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ലെവൽ ഫിൽ ആയിട്ടില്ലെങ്കിലും അത് കംപ്ലീറ്റ് ബൈനറി ട്രീ ആയിട്ട് കണക്കാക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മേ ബി ദ ലാസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഫിൽ ആയിരിക്കുന്നതും എന്തായിരിക്കണം, ലെഫ്റ്റ് ടു റൈറ്റ് ഫിൽ ആവണം. ഞാൻ ഇത് ചൂസ് ചെയ്യാതെ ഇവിടുന്ന് ആദ്യം തുടങ്ങുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ബൈനറി ട്രീ ആവത്തില്ല. ഓൾ റൈറ്റ്, സോ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ വാച്ച് ദി പ്രീവിയസ് വീഡിയോ, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഇനി ഹീപ്പ് പ്രോപ്പർട്ടി എന്താണ്? ഹീപ്പ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എവ്രി പേരന്റ്, ശ്രദ്ധിച്ച് കേൾക്കണം, എവ്രി പേരന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ചിൽഡ്രൻ. റൈറ്റ്, ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ 50, സപ്പോസ് ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ 50ന്റെ 2 ചിൽഡ്രനും എന്തായിരിക്കണം, ഇതിനേക്കാളും കുറവായിരിക്കണം. അതിന് നമ്മൾ എന്ത് പറയും, മാക്സ് ഹീപ്പ് എന്ന് പറയും. റൈറ്റ്, BST അല്ല, ബൈനറി സെർച്ച് ട്രീയിൽ അത് നമ്മൾ ഹീപ്പ് പ്രോപ്പർട്ടിനെ കുറിച്ച് പറയാണ്. ഹീപ്പ് പ്രോപ്പർട്ടിയിൽ 2 രീതിയിൽ നമുക്ക് നോക്കാം. ഒന്ന് മാക്സ് ഹീപ്പ് നോക്കാം, അല്ലെങ്കിൽ മിൻ ഹീപ്പ് നോക്കാം. മാക്സ് ഹീപ്പ് നോക്കി എന്താ പറയുന്നത്, എവ്രി പേരന്റ് 50 സപ്പോസ് പേരന്റ് ആണ്. റൈറ്റ്, സോ അതെന്തായിരിക്കണം, ഒന്നെങ്കിൽ 2 ചിൽഡ്രനേക്കാൾ എന്തായിരിക്കണം, വലുതായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം. റൈറ്റ്, സോ ഇവിടെ എന്താണ് 40, ഇവിടെ 60 ഒന്നും വരത്തില്ല. കാരണം എന്താണ്, 50 ഈസ് ഗ്രേറ്റർ ദാൻ, ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ചിൽഡ്രൻ. റൈറ്റ്, സോ ഇവിടെ 30, ദാറ്റ് ഈസ് ട്രൂ. ഓൾ റൈറ്റ്, ശരിയായിരിക്കാം. റൈറ്റ്, സോ ദാറ്റ് ഈസ് മാക്സ്. ദാറ്റ് മീൻസ് ഇതിന് അടുത്ത ലെവൽ നോക്കുവാണെങ്കിൽ ഇതും 40നേക്കാളും ചെറുതായിരിക്കണം ഈ 2 പേരൻസ്. അതായിരിക്കും മാക്സ് ഹീപ്പ് എന്ന് പറയാം. ഓൾ റൈറ്റ്, ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ ഓബിയസ്ലി നോക്കുന്നുണ്ട്. ഓൾ റൈറ്റ്, സോ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും. മിൻ ഹീപ്പ് എന്ന് പറയുമ്പോൾ എവ്രി പേരന്റ് ഈസ് less than or equal to children. All right, so you can see example okay, 50, 30, 40, 10, 20, 35. You can see it's a complete binary tree. Complete binary tree തന്നപ്പോൾ എന്തായിരിക്കും, ഹീപ്പ് പ്രോപ്പർട്ടി ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ഹീപ്പ് പ്രോപ്പർട്ടി ഒന്നെങ്കിൽ മാക്സ് ഹീപ്പ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മിൻ ഹീപ്പ് പ്രോപ്പർട്ടി. എന്താ പറയുന്നത്, എവ്രി പേരന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ചിൽഡ്രൻ ആണെങ്കിൽ അത് മാക്സ് ഹീപ്പ് ആയിരിക്കും. എവ്രി പേരന്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ചിൽഡ്രൻ ആണെങ്കിൽ മിൻ ഹീപ്പ് ആയിരിക്കും. ഈ സിറ്റുവേഷൻ എന്താണ്, ഇതൊരു മാക്സ് ഹീപ്പ് ആണ്. ഓൾറെഡി യു ക്യാൻ സീ 50 is less greater than 30 and 40, 30 is greater than 10 and 20, 40 is greater than 35. right, മറ്റേത് ഫുൾ ചെയ്തിട്ടില്ല. ഓൾ റൈറ്റ്, സോ ഇത് എന്തായിരിക്കും, ഒരു മാക്സ് ഹീപ്പ് ആയിരിക്കും. നൗ വാട്ട് അബൌട്ട് മിൻ ഹീപ്പ് നോക്കിയേ, 10 is less than 10, 20, 10 is less than 15, 20 എന്ന് പറയുമ്പോൾ 30 40നേക്കാളും ചെറുതാണ്, 15 25നേക്കാൾ ചെറുതാണ്. സോ ദിസ് ബിക്കംസ് മിൻ ഹീപ്പ്. ഓക്കെ, സോ അടുത്ത നമുക്ക് ബൈനറി ഹീപ്പ് ഓപ്പറേഷൻസ് നോക്കാം. ഈ ബൈനറി ഹീപ്പ് ഓപ്പറേഷൻസിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഇൻസേർഷൻ. സോ ഒരു ബൈനറി ഹീപ്പിൽ ഒരു പുതിയ വാല്യൂ ആഡ് ആവുമ്പോൾ എവിടെ ആയിരിക്കും അത് ആഡ് ആവുന്നത്, അതിന്റെ കറക്റ്റ് പൊസിഷൻ എങ്ങോട്ടേക്ക് പോകും, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ബൈനറി ഹീപ്പ് ഓപ്പറേഷന്റെ ഇൻസേർഷനിൽ നോക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, സോ സ്റ്റെപ്പ് നമ്പർ 1, ഏറ്റവും ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ള സ്പോട്ടിൽ തന്നെ അങ്ങ് ഇൻസേർട്ട് ചെയ്യും. ഓൾറൈറ്റ്, സോ സപ്പോസ് നമുക്ക് ഈ ഒരു ഫിഗർ ആണ്, ഇത് നമ്മുടെ ബൈനറി ഹീപ്പ് ആണ്. ഇത് മാക്സ് ഹീപ്പ് ആണ് വേണമെങ്കിൽ പ്രിസൈസ്ലി പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ പേരന്റും എന്താണ്, അതിന്റെ ചിൽഡ്രനേക്കാളും ചെറുതാണ്. ഓൾ റൈറ്റ്, യു ക്യാൻ സീ 60 is less than 45 and 50, 45 is less than 25 and 30, and 50 is less than 40 and 35. ഓൾ റൈറ്റ്, സോ ഇതെന്താണ്, ഒരു മാക്സ് ഹീപ്പ് ആണ് ഇവിടെ നമുക്ക് ഉള്ളത്. ഇവിടെ നമുക്ക് എന്താണ് 65 ആഡ് ചെയ്യണം. ഓൾ റൈറ്റ്, സോ നമ്മൾ ഏറ്റവും ആദ്യം എന്താണ്, ഇൻസേർട്ട് അറ്റ് ദി നെക്സ്റ്റ് അവൈലബിൾ സ്പോട്ട് എവിടെ ആയിരിക്കും, നമ്മൾ എപ്പോഴും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓൾ റൈറ്റ്, സോ നമ്മൾ എവിടെ ഇൻസേർട്ട് ചെയ്യും, ക്യാൻ സി 65. പക്ഷേ നമുക്ക് നന്നായിട്ട് അറിയാം 65 ഇസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഓൾ റൈറ്റ്, അപ്പോൾ ഇതിന്റെ പൊസിഷൻ എവിടെ ആയിരിക്കണം, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആയിരിക്കണം അതിന്റെ പൊസിഷൻ. ഓൾ റൈറ്റ്, സോ എന്താണ്, നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ജസ്റ്റ് നമുക്ക് കിട്ടിയ സ്പോട്ടിലോട്ട് നമ്മൾ ആഡ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, യു ക്യാൻ സി കമ്പയർ വിത്ത് പേരന്റ്. ഇതിനെ ഹീപ്പിഫൈ അപ്പ് എന്ന് പറയും. റൈറ്റ്, നമ്മൾ മുകളിലോട്ട് നോക്കി ചെക്ക് ചെയ്ത്
നമ്മൾ അതിന്റെ കറക്റ്റ് പൊസിഷനിലോട്ട് ഇടും. ഓൾറൈറ്റ്, സോ കമ്പയർ ദ ന്യൂലി ഇൻസേർട്ടഡ് എലിമെന്റ് വിത്ത് ഇറ്റ്സ് പേരന്റ് നോഡ്. ഇഫ് ദ ന്യൂ എലിമെന്റ് ഇസ് ഗ്രേറ്റർ ദാൻ പാരന്റ്, അതായത് ഫോർ മാക്സ് ഹീപ്പിന്റെ കാര്യം നമ്മൾ മിൻ ഹീപ്പിന്റെ കാര്യം പറയുന്നില്ല, മാക്സ് ഹീപ്പിന്റെ കാര്യമാണ് നമ്മൾ എപ്പോഴും എക്സാമ്പിൾ എടുക്കുന്നത്. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. സോ യു ക്യാൻ സി 65 ഈസ് ഗ്രേറ്റർ ദാൻ 25. അപ്പൊ എന്താവും, യു ക്യാൻ സി 65 മുകളിലോട്ട് വന്ന് 25 താഴോട്ട് വന്നു. ഇവിടെയും തീർന്നില്ല, നമ്മൾ എന്ത് ചെയ്യുവാണ്, 65നെ വീണ്ടും കമ്പയർ ചെയ്യുവാണ് നമ്മുടെ പേരന്റ് ആയിട്ട്. ഓൾറൈറ്റ്, 65ഉം 45ഉം നമ്മൾ കമ്പയർ ചെയ്യും, നമുക്ക് മനസ്സിലായി 65 ഗ്രേറ്റർ ആണ്. റൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്യണം. റൈറ്റ്, സോ റിപ്പീറ്റ് അൺടിൽ ഹീപ്പ് പ്രോപ്പർട്ടി ഈസ് റിസ്റ്റോർഡ്. ദാറ്റ് മീൻസ് കണ്ടിന്യൂ കമ്പയറിംഗ് ആൻഡ് സ്വാപ്പിംഗ് വിത്ത് പേരന്റ് അൺടിൽ എന്താണ്, ദ എലിമെന്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ പേരന്റ് ഓർ ദ എലിമെന്റ് റീച്ചസ് റൂട്ട്. റൈറ്റ്, അപ്പോൾ റൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഓബ്വിയസ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. റൈറ്റ്, സോ 65 ഇസ് ഗ്രേറ്റർ ദാൻ 45. ഈ സിറ്റുവേഷനിൽ അപ്പോൾ എന്ത് സംഭവിക്കും, അഗൈൻ ഇവിടെ സ്വാപ്പിംഗ് നടക്കും. റൈറ്റ്, സോ ഈ പ്രോപ്പർട്ടി മെയിൻറ്റൈൻഡ് ആയിരിക്കും. ഓൾ സ്വാപ്സ് കഴിഞ്ഞിട്ട് മാക്സ് ഈ പ്രോപ്പർട്ടി ഈസ് റിസ്റ്റോർഡ്. റൂട്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദി മാക്സിമം എലിമെന്റ്. യു ക്യാൻ സി 65 മുകളിലോട്ട് വന്നു. Right, again 65 is compared with the root, so 65 മുകളിൽ വന്നു. സോ ഈ സിറ്റുവേഷൻ എന്ത് സംഭവിച്ചു, സ്റ്റെപ്പ് നമ്പർ 4 ഹീപ്പ് പ്രോപ്പർട്ടി മെയിൻറ്റൈൻഡ് ആയി. എല്ലാ സ്വാപ്പും കഴിഞ്ഞിട്ട് മാക്സ് ഹീപ്പ് പ്രോപ്പർട്ടി ഈസ് റിസ്റ്റോർഡ്. Root always contains, this is very important point, root always contains the maximum element in which, in max heap. All right, max heapലാണത്. ഇതുപോലെ മിൻ ഹീപ്പും ഉണ്ട്. മിൻ ഹീപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും റൂട്ടിൽ എന്തായിരിക്കും, ഏറ്റവും സ്മോളസ്റ്റ് എലിമെന്റ് ആയിരിക്കും. So this is called as insertion. Now coming to the second operation, which is called as the deletion. Right, so deletion എന്ന് പറയുമ്പോൾ standard deletion operation on a heap is to delete the element present on the root node of the heap. Right, that is, if it is max heap, the standard deletion operation will delete the maximum element, and if it is min heap, it will delete the minimum element. So നമ്മൾ deletion എപ്പോഴും നമ്മൾ ചെയ്യുന്നത് റൂട്ടിൽ നിന്നാണ് സ്റ്റാൻഡേർഡ് ആയിട്ട്. റൈറ്റ്, സോ റൂട്ടിന് മാക്സ് ഹീപ്പ് ആണെങ്കിൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് എലിമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് എലിമെന്റ് ആയിരിക്കും ഡിലീറ്റ് ചെയ്യുന്നത്. മിൻ ഹീപ്പ് ആണെങ്കിൽ മിനിമം. റൈറ്റ്, സോ ഏറ്റവും മിനിമം, ദാറ്റ് മീൻസ് റൂട്ടിലുള്ളത് മിനിമം ആവാം മാക്സിമം ആവാം അക്കോർഡിംഗ് ടു മാക്സ് ഹീപ്പ് ഓർ മിൻ ഹീപ്പ്, അതായിരിക്കും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. നൗ ഇനി നമ്മൾ റൂട്ട് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റൂട്ട് വെറുതെ ഇങ്ങനെ എയറിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്താണ്, ആ റൂട്ടിന്റെ കറക്റ്റ് പൊസിഷൻ മുകളിലോട്ട് വരണം. ആൻഡ് മാക്സ് പ്രോപ്പർട്ടി എന്തായിരിക്കും, ഹീപ്പ് പ്രോപ്പർട്ടി എന്തായിരിക്കണം, അത് ഫുൾഫിൽ ചെയ്യണം. ഹീപ്പ് പ്രോപ്പർട്ടി എന്താണ്, മാക്സ് ഹീപ്പ് ആണെങ്കിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള എലിമെന്റ് ആയിരിക്കണം റൂട്ടിൽ കിടക്കേണ്ടത്. പേരന്റ് എന്തായിരിക്കണം, എപ്പോഴും ചിൽഡ്രനേക്കാൾ വലുതായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം. സപ്പോസ് ഇതാണ് സിനാരിയോ. റൈറ്റ്, ഈ സിനാരിയോയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഡിലീഷൻ ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താണ് 65 ഡിലീറ്റ് ചെയ്യാൻ പോവാം. റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്തു, സോ യു ക്യാൻ സി എന്താണ്, റീപ്ലേസ് ദ റൂട്ട് ഓർ എലിമെന്റ് ടു ബി ഡിലീറ്റഡ് ബൈ ദ ലാസ്റ്റ് എലിമെന്റ്. നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഡിലീറ്റ് ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് എലിമെന്റ് എന്താ, നമ്മുടെ 25 ആണ്. ആ 25 ഇതിന് പകരം നമ്മൾ ഇവിടെ വെക്കും. നൗ ഡിലീറ്റ് ദി ലാസ്റ്റ് എലിമെന്റ് ഫ്രം ദി ഹീപ്പ്. ഏറ്റവും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ 25ന് 65ന്, അപ്പൊ 25 മുകളിലോട്ട് വരും ആൻഡ് 65 എന്തായിരിക്കും നമ്മൾ താഴെ. സോ then what happens, deletes the last element from the heap. Since the last element is now placed at the position of the root node, so it may not follow the heap property, therefore heapify the. ബേസിക്കലി എന്താ പറയുന്നത്, നമ്മൾ ഇത് ചെയ്തതിന് ശേഷം എന്തായിരിക്കും, നമ്മൾ ലാസ്റ്റ് എലിമെന്റ് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഹീപ്പ് പ്രോപ്പർട്ടി ഫുൾഫിൽ ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഹീപ്പിഫൈ ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. റൈറ്റ്, സപ്പോസ് ഞാൻ എന്ത് ചെയ്തു, 65നോട് ഒന്ന് മാറ്റി ആൻഡ് 25 ഇവിടെ കൊണ്ട് വെച്ചു. 65 ഞാൻ എടുത്ത് കളഞ്ഞു. ഓൾറൈറ്റ്, സ്വാപ്പ് ചെയ്യുക, നമ്മൾ എടുത്ത് കളഞ്ഞു. അപ്പൊ ഇനി 25 ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ പ്രോപ്പർട്ടി എന്തായി, തെറ്റിപ്പോയി. ബിക്കോസ് എന്താണ്, 25 16നെക്കാളും വളരെ ചെറുതാണ്. റൈറ്റ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിൻസ് ദ ലാസ്റ്റ് എലിമെന്റ് ഈസ് നൗ പ്ലേസ്ഡ് അറ്റ് ദ പൊസിഷൻ ഓഫ് ദ റൂട്ട് നോഡ്, സോ ഇറ്റ് മേ നോട്ട് ഫോളോ ദ ഹീപ്പ് പ്രോപ്പർട്ടി. ചിലപ്പോൾ ഫോളോ ചെയ്യാം, ചിലപ്പോൾ ഫോളോ ചെയ്യാതിരിക്കാം. റൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെയും വീണ്ടും ഹീപ്പിഫൈ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, ബേസിക്കലി ഇതിനെ ഹീപ്പിഫൈ ഡൗൺ എന്ന് പറയും. റൈറ്റ്, നമ്മൾ താഴെ ചെക്ക് ചെയ്യും. ഇതിന് രണ്ട് ചിൽഡ്രൻ ആയിട്ട് നമ്മൾ നോക്കി 60 50, ഏറ്റവും ഹയസ്റ്റ് ഏതാണ്, 60 ആണ്. സോ 60ഉം 25ഉം കൂടെ എന്താവും, സ്വാപ്പ്. യു ക്യാൻ സി 25 ഇവിടെ വന്നു, തീർന്നില്ല. വീണ്ടും നമ്മൾ നോക്കുവാണ്, 25 എന്താണ്, 45ഉം 30. 45 30നേക്കാളും ഹയസ്റ്റ് ഏതാണ്, 45 ആണ്. സോ 45 25 എന്താവും, റീപ്ലേസ് ആവും. വൈ, ബിക്കോസ് 45 ആയിരിക്കണം ഇവിടെ വരേണ്ടത്. കാരണം എന്താണ്, രണ്ട് പിള്ളേരെക്കാളും എന്തായിരിക്കണം, ഇത്
വാല്യൂയിൽ കൂടുതലായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം അല്ലെ. സോ 45 ഇവിടെ വന്നു. നൗ ഇതെന്തായി ഹീപ്പിഫൈ ആയി. സോ നമ്മൾ എന്ത് ചെയ്തു, ഡിലീഷൻ ചെയ്തു. ഡിലീഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് എലിമെന്റിനെ എടുത്തുകൊണ്ട് റൂട്ടിൽ കൊണ്ടുവച്ച് നമ്മൾ ആ നമ്മുടെ റൂട്ടിനെ എടുത്ത് കളഞ്ഞു. ഇനി ലാസ്റ്റ് വരുന്ന ആള് ഹീപ്പ് പ്രോപ്പർട്ടി ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹീപ്പിഫൈ ചെയ്യണം. ഇതുപോലെ നമ്മൾ എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് താഴെ പോകണം. അഗെയിൻ ഇവിടെ നമ്മൾ മാക്സ് ഹീപ്പിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മിൻ ഹീപ്പും ചെയ്യാൻ. മിൻ ഹീപ്പ് എന്താണ്, എപ്പോഴും എന്തായിരിക്കും, ചെറുതായിരിക്കും. പേരന്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി ചിൽഡ്രൻ. ഓൾറൈറ്റ്. സോ ഇതാണ് നമ്മുടെ ഡിലീഷൻ ഓപ്പറേഷൻ. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി വരുന്നത് വെച്ചാൽ പീക്ക് അല്ലെങ്കിൽ ഗെറ്റ് മാക്സ് അല്ലെങ്കിൽ ഗെറ്റ് മിൻ. റൈറ്റ്. ഇവിടെ എന്താ, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നില്ല, പക്ഷെ എന്താ റിട്ടേൺ ചെയ്യുവാണ്. റൈറ്റ്. ദാറ്റ് മീൻസ് പീക്ക് ചെയ്യുക, നമ്മൾ നോക്കുവാണ്. റൈറ്റ്. സോ വാട്ട്, സിംപ്ലി റിട്ടേൺ റൂട്ട് എലിമെന്റ് വിതൗട്ട് ഡിലീറ്റിംഗ്. നമ്മൾ മാക്സ് ഹീപ്പ് ആണെങ്കിൽ മാക്സിമം വാല്യൂ റിട്ടേൺ ചെയ്യും, മിൻ ഹീപ്പ് ആണെങ്കിൽ മിനിമം വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ്, ഗെറ്റ് മാക്സ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ, ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിക്കുവാണെങ്കിൽ നമുക്ക് 60 കിട്ടും ഇൻ മാക്സ് ഹീപ്പ്. മിൻ ഹീപ്പിലാണെങ്കിൽ മിനിമം എലിമെന്റ് നമുക്ക് കിട്ടും. സോ അതെന്താണ് പീക്ക് അല്ലെങ്കിൽ ഗെറ്റ് മാക്സ് അല്ലെങ്കിൽ ഗെറ്റ് മിൻ എന്നുള്ള ഓപ്പറേഷൻ ആണ്. അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഹീപ്പിഫൈ ഓപ്പറേഷൻ ആണ്. ഹീപ്പിഫൈ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു അൺസോർട്ടഡ് അറേയിൽ നിന്നും, അൺസോർട്ടഡ് അറേയിൽ കുറെ എലിമെന്റ്സ് ഉണ്ട്. ആ എലിമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ട്രീ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിന് നമ്മൾ ഹീപ്പ് ട്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അതിനെ ട്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ എന്താണ്, ഇറ്റ്സ് എൻ ഓപ്പറേഷൻ ദാറ്റ് റീസ്റ്റോർസ് ദി ഹീപ്പ് പ്രോപ്പർട്ടി അറ്റ് എ നോഡ് ഇൻ എ ബൈനറി ഹീപ്പ് അസ്യൂമിങ് ഇറ്റ്സ് ചിൽഡ്രൻ ഓൾറെഡി സാറ്റിസ്ഫൈസ് ദ ഹീപ്പ് പ്രോപ്പർട്ടി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഈ ഡെഫിനേഷൻ നമുക്ക് വായിക്കുമ്പോൾ ക്ലിയർ ആവും. ഓൾറൈറ്റ്. നൗ എന്താണ്, എന്തൊക്കെ രീതിയിൽ നമുക്ക് ഹീപ്പിഫൈ ചെയ്യാം? ഒന്ന് മാക്സ് ഹീപ്പിഫൈ ചെയ്യാം, അല്ലെങ്കിൽ മിൻ ഹീപ്പിഫൈ ചെയ്യാം. മാക്സ് ഹീപ്പിഫൈ എന്ന് പറയുമ്പോൾ അറിയാൻ നന്നായിട്ട് നമുക്ക് എന്താണ്, പേരന്റ് ചിൽഡ്രനേക്കാളും വലുതായിരുന്നു, ആ രീതിയിൽ നമുക്ക് ഹീപ്പിഫൈ ചെയ്യാം. മിൻ ഹീപ്പിഫൈയും നമുക്ക് ചെയ്യാം. റൈറ്റ്. ഇത് കുറച്ച് ഫോർമുലയാണ്, എങ്ങനെയാണ് നമ്മൾ ഇതിനൊരു ട്രീയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ വെച്ച് നമുക്ക് ഈ ഒരു ഫോർമുല നമുക്ക് നോക്കാം. ഓൾറൈറ്റ്. സപ്പോസ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു അൺസോർട്ടഡ് അറേ ആണ്. റൈറ്റ്. യു ക്യാൻ സി 0 മുതൽ 11 വരെ അതിന്റെ ഇൻഡെക്സ് ആണ്. 10, 20, 15, 30, 40 till 65 നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്. റാൻഡം നമ്പേഴ്സ് ആണ്. ഓൾറൈറ്റ്. ഇതിന് നമ്മൾ എന്താണ്, ഒരു ട്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. റൈറ്റ്. എങ്ങനെ, 10 ഈ പൊസിഷനിൽ വന്നു, 20, 15, 30, 40, 50, 60 എല്ലാം എന്താണ് ഇങ്ങനെ, then 55 ഇങ്ങനെ മുഴുവൻ 65 വരെ. റൈറ്റ്. സോ ബേസിക്കലി ഈ ഫോർമുല എന്താണ്, യു ക്യാൻ സി 10 ഈസ് അറ്റ് 0th പൊസിഷൻ. റൈറ്റ്. സോ ഐ എന്ന് പറയുമ്പോൾ 0th പൊസിഷൻ. സോ 0th പൊസിഷനിലുള്ള ഈ നോഡിന്റെ ലെഫ്റ്റ് ചൈൽഡ് എന്തായിരിക്കും, ഇതായിരിക്കും ഈ ഫോർമുല. 2 into ഐ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ 10ന്റെ പൊസിഷൻ 0 പ്ലസ് 1, അതായത് 0 പ്ലസ് 1. സോ ഫസ്റ്റ് പൊസിഷൻ എന്താണ്, ദിസ് വൺ. അതിലെ വാല്യൂ എന്താ, 20. അതായിരിക്കും നമ്മുടെ ലെഫ്റ്റ് നോഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് ചൈൽഡ്. റൈറ്റ് ചൈൽഡ് എന്തായിരിക്കും, 2 into ഐ പ്ലസ് 2, 2 into 0 പ്ലസ് 2. സോ എന്തായിരിക്കും, 0 പ്ലസ് 2 is equal to 2. സോ 2. റൈറ്റ്. സോ 15ലുള്ള ഈ വാല്യൂ എന്താണ്, നമ്മുടെ റൈറ്റ് ചൈൽഡിലോട്ട് വന്നു. റൈറ്റ്. അതുപോലെ തന്നെ യു ക്യാൻ സി 20th ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഇതേ ഫോർമുല അപ്ലൈ. 20th പൊസിഷൻ എന്താണ്, 1. സോ 2 into 1 പ്ലസ് 1 എന്തായി, 3. സോ തേർഡ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾ 30 ഇവിടെ വരും. ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ബൈനറി ട്രീനെ ഫിൽ ചെയ്യുന്നത്. പക്ഷേ ഇത് മാക്സ് ഹീപ്പിഫൈ ആണോ, അല്ല. ഓൾറൈറ്റ്. യു ക്യാൻ സി ഇത് മാക്സ് ഹീപ്പിഫൈ ഒട്ടും അല്ല. ഓൾറൈറ്റ്. കാരണം എന്താണ്, ഏറ്റവും ഹയസ്റ്റ് എന്താണ് 85 ആണ്, അത് ഇവിടെയാണ് വരേണ്ടത്, ഇത് അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യും, ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പയർ നോഡ് ഐ വിത്ത് ഇറ്റ്സ് ചിൽഡ്രൻ, ഐഡന്റിഫൈ ദ നോഡ് ദാറ്റ് കുറെ സ്റ്റെപ്സ് ആണ്. ഓൾറൈറ്റ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇതിനെ? ഓക്കെ. സോ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് നോൺ ലീഫ് നോഡ് എടുക്കും. ഓൾറൈറ്റ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറൈറ്റ്. ഇതെല്ലാം ലീഫ് നോഡ്സ് ആണ്. ഓൾറൈറ്റ്. ഇതെല്ലാം ഓക്കെ. ഫസ്റ്റ് നോൺ ലീഫ് നോഡ് നമ്മൾ, യു ക്യാൻ സി ഒരു ഫോർമുല ഉണ്ട്, നമ്മൾ ഫ്ലോർ ഓഫ് n/2. ഓക്കെ. n എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 11 ആണ്. 0 to 11 അല്ല, അപ്പൊ n ആണ് 11. 11 ഡിവൈഡഡ് ബൈ 2 എന്തായിരിക്കും, യു ക്യാൻ സി 11 ഡിവൈഡഡ് ബൈ 2 5 പോയിന്റ്. റൈറ്റ്. 5 പോയിന്റ് എന്തായിരിക്കും, 5. റൈറ്റ്. സോ എന്താണ് അതിന്റെ ഫ്ലോർ വാല്യൂ എടുക്കേണ്ടത്, 5. സോ 5th പൊസിഷനിലുള്ള ആരായിരിക്കും, എന്തായിരിക്കും, ഫസ്റ്റ് നോൺ ലീഫ് നോഡ്. നോൺ ലീഫ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് മിനിമം ഒരു ചിൽഡ്രൻ, യു ക്യാൻ സി ദിസ് വൺ. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള എല്ലാം
യു ക്യാൻ സി ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള എല്ലാം എന്തായിരിക്കും? ഇതെല്ലാം നോൺ ലീഫ് നോട്ട്സ് ആണ്. ഫോർത്ത് പൊസിഷനിൽ 40, ഇതും നോൺ ലീഫ് നോട്ട്. യു ക്യാൻ സി 2 ചിൽഡ്രൻ ഉണ്ട്. 30, 50 ഇതെല്ലാം എന്താണ്? 5, 4, 3, 2, 1, 0 ഇതെല്ലാം എന്താണ്? നോൺ ലീഫ് നോട്ട്സ് ആണ്. നമ്മൾ നോൺ ലീഫ് നോട്ട്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഹീപ്പിഫൈ ചെയ്യാൻ പോകുന്നത് അല്ലേ? സോ നമ്മൾ എന്താണ്? 50യും 65 ഏറ്റവും ആദ്യം കമ്പയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്? 14 നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ 13 നോക്കും. ഓക്കെ, ദെൻ 15. കാരണം നമ്മൾ ഇത് ലീഫ് നോട്ട്സ് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ, റൈറ്റ്? നമ്മൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് നോൺ ലീഫ് നോട്ട്സ് ആണ്, ബിക്കോസ് ആദ്യത്തെ പേരന്റിനെയാണ് നമ്മൾ നോക്കുന്നത്, റൈറ്റ്? സോ എങ്ങനെയാണ്? 4 n ഡിവൈഡഡ് ബൈ 2, അത് വെച്ച് നമുക്ക് എന്ത് കിട്ടി? 5, റൈറ്റ്? സോ ഫിഫ്ത്ത് പൊസിഷനിൽ ഇങ്ങോട്ടെല്ലാം എന്താണ്? എല്ലാം പേരൻസ് ആണ്, റൈറ്റ്? സോ പേരൻസ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീപ്പിഫൈ ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, അത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം എങ്ങനെയാണ് ഫ്രഷ് ആയിട്ട്. ഓൾറൈറ്റ്, ഇതായിരുന്നു നമ്മുടെ സിനാരിയോ. നമുക്ക് ജസ്റ്റ് ഇവിടെ നമ്മുടെ അറേ എഴുതി വെക്കാം, ഓൾറൈറ്റ്, ജസ്റ്റ് ഫോർ റെഫറൻസ്. ഓൾറൈറ്റ്, സോ 10, 20, 15, then 30, 40, 50, 60, 55, 70, 75, 85, 65. ഓക്കെ, സോ 0 to 11 ആണിത്. ഓൾറൈറ്റ്, ഓക്കെ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? ഫസ്റ്റ് നോൺ ലീഫ് കണ്ടുപിടിച്ചത് 50 ആണ്. നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യും? 50യും 65യും കമ്പയർ ചെയ്യും, റൈറ്റ്? 50യും 65യും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 50 എന്താണ്? 65നേക്കാളും ചെറുതാണ്. നമ്മൾ മാക്സ് ഹീപ്പിഫൈ ആണ് നോക്കുന്നത്. സോ 65 എന്താവും? ഈ പൊസിഷനിൽ വരും, 50 താഴെയും വരും. ഓൾറൈറ്റ്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? 14 നോക്കും. നമുക്കറിയാം 50 കഴിഞ്ഞിട്ട് പൊസിഷൻ എന്താണ്? ഇങ്ങോട്ടാണ് പോകുന്നത്, റൈറ്റ്? സോ 40 നോക്കി കഴിഞ്ഞിട്ട് 30 നോക്കും, ദെൻ ഫോളോഡ് ബൈ 15 നോക്കും, 20 നോക്കും, 10 നോക്കും, റൈറ്റ്? സോ 50 നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? 40 നോക്കും. നമ്മൾ രണ്ടും കമ്പയർ ചെയ്തു. ഇതിൽ ഹയസ്റ്റ് ആരാണ്? 85 ആണ്. 85 ഇവിടെ വരും, 40 ഇവിടെ വരും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? 30, 55, 70 ഏറ്റവും ഹയസ്റ്റ് ആരാണ്? 70 ആരാണ്? 70 ആണ്. 70 ഇവിടെ വരും, 30 അതിന്റെ പൊസിഷനിൽ വരും, റൈറ്റ്? ഇത്രയും കാര്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും കിട്ടും, റൈറ്റ്? നമ്മൾ 14, 13 ഇവിടെ ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് 65ഉം 15 ചെയ്ത് കഴിഞ്ഞു. ഓൾറൈറ്റ്, സോ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കാര്യം ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടില്ല. ഞാൻ ഇത് മാത്രമേ ഇതിനകത്ത് ഈ ഒരു ഡയഗ്രാമിൽ കാണിച്ചിട്ടുള്ളൂ. 65 താഴെ വന്നു, ഓക്കെ, 65 മുകളിൽ വന്നു, 50 താഴെ വന്നു. ഓൾറൈറ്റ്, നൗ ഇനി എന്ത് ചെയ്യാൻ പോവാ? നമ്മള് 40, 30നെയും ഇതുപോലെ സി. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഹീപ്പ് ട്രീ ഇതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 40യും 30നെയും ഈ പൊസിഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. യു ക്യാൻ സി 85 വന്നു, 70 വന്നു. ഓൾറൈറ്റ്, സോ ഇനി നമ്മൾ എന്താണ്? നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോവാണ്, റൈറ്റ്? അപ്പൊ നമ്മൾ എന്താണ്? ദിസ് വൺ, റൈറ്റ്? നമുക്കറിയാം നമ്മൾ ഇങ്ങനെ പോവാണ്. ഞാൻ അറേ വീണ്ടും വരയ്ക്കുന്നില്ല. ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത്. 15, then 20, then 10. Now 15 നമ്മൾ ചെയ്യാൻ പോവാം. സി, യു ക്യാൻ സി 15 കമ്പയർ ചെയ്യാണ് 65 and 60 വെച്ചിട്ട്. ഒബ്വിയസ്ലി എന്ത് വരണം? 65 മുകളിൽ വരണം ആൻഡ് 15 താഴെ വരണം, റൈറ്റ്? പക്ഷെ എന്ത് സംഭവിക്കുകയാണ്? 15 ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇതും കമ്പയർ ചെയ്യണം, റൈറ്റ്? കാരണം വെച്ചാൽ നമ്മൾ ഈ നോഡിനെ നമ്മൾ എന്താണ്? ഹീപ്പിഫൈ ചെയ്യുവാണ്. അപ്പൊ എന്താ? 15 ഇവിടെ വന്നു. അപ്പൊ ഈ 15ന്റെ കറക്റ്റ് പൊസിഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അടുത്ത ലെവലിലോട്ട് പോകുള്ളൂ, റൈറ്റ്? സോ യു ക്യാൻ സി എന്ത് നമ്മൾ ചെയ്യുവാണ്? നമ്മൾ 15ഉം 65ഉം കമ്പയർ ചെയ്തിട്ട് യു ക്യാൻ സി 15 താഴെ വന്നു, 65 മുകളിൽ വന്നു, തീർന്നിട്ടില്ല. ആൻഡ് 15 and 15 നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? യു ക്യാൻ സി 15ഉം 15 നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? 50 മുകളിൽ വന്നു, 15 താഴെ വന്നു, റൈറ്റ്? സോ നമ്മൾ ഈ പൊസിഷൻ നമ്മുടെ ക്ലിയർ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ പൊസിഷനെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? സോ ഇത് നമ്മുടെ നിലവിലുള്ള ഹീപ്പ് ഇതാണ്. ഇത് വെച്ച് നമ്മൾ 20നെ നമ്മൾ ചെയ്യാൻ പോവാണ്, റൈറ്റ്? ദിസ് ഈസ് അവർ ഇതുവരെ നമ്മൾ ഇവിടം വരെ ഹീപ്പിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 20 നോക്കണം, റൈറ്റ്? 20 ഒബ്വിയസ്ലി നമുക്കറിയാം 70, 85 ഇവിടെ വരും, 20 അതിന്റെ സ്ഥാനത്തിൽ വരും, റൈറ്റ്? സോ യു ക്യാൻ സി എങ്ങനെ വരും? 20 ഇവിടെ വന്നു, 85 ഇവിടെ. പക്ഷെ ഇവിടെയും പ്രോബ്ലം ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ പ്രോബ്ലം? പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്ക് 20ന്റെ പ്ലേസ് ഇതല്ല. കാരണം എന്താണ്? 75 ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും 75 ആണ് ഇവിടെ വരേണ്ടത്. സോ നമ്മൾ ഇതാണ് തുടങ്ങി വെച്ചത്. പക്ഷെ നമ്മൾ എന്താണ്? ഇത് മൊത്തം ഈ പാത്ത് മൊത്തം റിക്കേഴ്സീവ്ലി ഹീപ്പിഫൈ ചെയ്തിട്ടേ നമ്മൾ ഈ പൊസിഷനിലോട്ട് വരുവുള്ളൂ. ഓൾ റൈറ്റ്, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 20 ഇവിടെ വന്നു. സോ 20യും 75ഉം 40യും കമ്പയർ ചെയ്യുമ്പോൾ ആര് വരും? സോ നമ്മൾ ഇതാണ് നമ്മുടെ ബേസ്, റൈറ്റ്? ഇതാണ് നമ്മുടെ ബേസ്. 20യും 75ഉം നമ്മൾ കമ്പയർ ചെയ്യും, റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 75 ഇവിടെ വന്നു. ഓൾ റൈറ്റ്, സോ നമ്മൾ എന്തായി? 75, 70. നൗ ഈ പൊസിഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആയി? നൗ എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ നൗ വി ആർ കമ്മിങ് ടു, സോ ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, വി ആർ കമ്മിങ് ടു ദിസ് പൊസിഷൻ.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ പൊസിഷൻ നമ്മൾ ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. സോ 10ന് പകരം എന്ത് വരും, യു ക്യാൻ സി 85 65നേക്കാളും കൂടുതൽ എന്താണ് 85. സോ 85 ഇവിടെ വരും, 10 ഇവിടെ വന്നു. Now 10 is not happy here. Why? Because 10 ഇവിടെ ബിലോങ് ചെയ്യുന്ന ആളല്ല, റൈറ്റ്? സോ നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ ഇതാണ് ഇരിക്കുന്നത് 10. Now 10 70 75 75 ഇവിടെ വരും, 10 ഈ പൊസിഷനിൽ വരും. Alright, something like this, right? Now 10 ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ല. Why? Because 10 belongs somewhere down. 40 ആണ് ഇവിടെ വരേണ്ടത്. Alright, so you can see 10 താഴെ പോവും, 40 മുകളിൽ വരും, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇത് മൊത്തം മാക്സ് ഹീപ്പിഫൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഏറ്റവും ടോപ്പിൽ എന്താണ്, ഹയസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടി, 85. Right, you can see every parent is what, greater than or equal to its children. എല്ലാ പേരൻസും അങ്ങനെയാണ്, റൈറ്റ്? സോ നമ്മളൊരു അൺസോർട്ടഡ് അറേയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, സോർട്ടഡ് അറേയിലോട്ട് അൺസോർട്ടഡ് അറേയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹീപ്പ് ട്രീയിലോട്ട് നമ്മൾ വന്നു. യു ക്യാൻ സി ഇതായിരുന്നു ആദ്യം നമ്മുടെ ഉള്ള ഒരു എന്താണ് പൊസിഷൻ, 0 10 20 ഈ രീതിയിലായിരുന്നു. നൗ ആഫ്റ്റർ എന്ത് സംഭവിച്ചു, 85 75 65 70 40 ഈ രീതിയിലാണ് നമ്മൾ ഫില്ല് ചെയ്തത്. ഓൾറൈറ്റ്, സോ ദിസ് ബിക്കം അവർ വാട്ട്, ഹീപ്പ് ട്രീ. ഓൾറൈറ്റ്, സോ ഇത്രയുമാണ് നമ്മുടെ ഓപ്പറേഷൻസിലുള്ളത്. നൗ പ്രയോറിറ്റി ക്യൂ എന്താണ്, റൈറ്റ്? നമ്മൾ ക്യൂ പഠിച്ചതാണ്, റൈറ്റ്? പ്രയോറിറ്റി ക്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യൂ, റൈറ്റ്? ക്യൂ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമ്മൾ അറിയാം, നമ്മൾ ഇൻസേർട്ട് ചെയ്തു, റൈറ്റ്? ഇൻസേർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇൻസേർട്ട് നമ്മൾ ഇവിടെ ചെയ്യും, നമ്മൾ ഇവിടെ നിന്നായിരിക്കും നമ്മൾ പുറത്തോട്ട് വരുന്നത്, റൈറ്റ്? നമ്മൾ നോർമൽ ക്യൂ നമ്മൾ നേരത്തെ ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സോ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യൂ ആണ്. ഈ ക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും പ്രയോറിറ്റി ഉള്ള ആൾ, നീ ആദ്യം വന്നിട്ട് കാര്യം, പ്രയോറിറ്റി ഉള്ള ആളായിരിക്കും എന്ത് ചെയ്യേണ്ടത്, വരേണ്ടത്. ഓക്കെ, ഞാൻ ആദ്യം വന്നുകൊണ്ട് ഞാൻ ആദ്യം പോകും, അങ്ങനെയല്ല. പ്രയോറിറ്റി ക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആൾക്ക് മാത്രമേ ആദ്യം പുറത്ത് വരാൻ പറ്റുള്ളൂ, റൈറ്റ്? സോ ആ പ്രയോറിറ്റി സപ്പോസ് 10 15 പിന്നെ 50 ആണ് വന്നത്. ഓ ക്യൂ അല്ലേ, 10 അല്ലേ ആദ്യം വന്ന ആള്, അപ്പൊ 10 ആദ്യം പുറത്തുണ്ടോ, 50 ആണ് ആദ്യം വരുന്നത്, പിന്നീട് ലാസ്റ്റ് വരുന്നതെങ്കിലും 50 ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്. വൈ? ബിക്കോസ് 50 ഹാസ് ഗോട്ട് ദി ഹയസ്റ്റ് പ്രയോറിറ്റി, റൈറ്റ്? അക്കോർഡിംഗ് ടു മാക്സ് ഹീപ്പ്, റൈറ്റ്? മിൻ ഹീപ്പ് ആണെങ്കിലോ ഇപ്പൊ ഞാൻ പറയാണ് റാങ്കിനനുസരിച്ച്, ഫസ്റ്റ് റാങ്ക് 15th റാങ്ക് ആദ്യം വന്നു, 14th റാങ്ക് പിന്നെ വന്നു, ഫസ്റ്റ് റാങ്ക് പിന്നെ വന്നു. സോ ഫസ്റ്റ് റാങ്കിന് ആദ്യം ഞാൻ, സോ ദിസ് ഇസ് വാട്ട് മിൻ ഹീപ്പ്, റൈറ്റ്? മിൻ ഹീപ്പ് എന്ന് പറയുമ്പോൾ മിനിമം വാല്യൂവിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നു, റൈറ്റ്? മാക്സ് ഹീപ്പ് എന്ന് പറയുമ്പോൾ മാക്സിമം വാല്യൂവിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നു. സോ അങ്ങനത്തെ ക്യൂസ് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും, റിയൽ ലൈഫ് സിനാരിയോസിൽ നമ്മൾ പ്രയോറിറ്റീസ് ഉണ്ട്, റൈറ്റ്? ഇപ്പൊ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പോവാണെങ്കിലും, നമ്മൾ ഏതെങ്കിലും കാര്യം ചെയ്യാൻ പോവാണെങ്കിൽ VIP-സിന് ഒരു പ്രയോറിറ്റി ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നോർമൽ സിവിലിയൻസിന് പ്രയോറിറ്റി ഉണ്ടാവും, റൈറ്റ്? സോ അതൊരു നോർമൽ കാര്യമാണ്. സോ അങ്ങനത്തെ ഒരു ക്യൂ ആണ് നമ്മൾ മേക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ്, നമ്മുടെ മാക്സ് ഹീപ്പും മിൻ ഹീപ്പും വളരെ ഉപയോഗം ഉണ്ടാവും, അല്ലെ? വൈ? ബിക്കോസ് നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ഇവിടെ വാല്യൂ അൺസോർട്ടഡ് ആയിട്ട് വാല്യൂ കൊടുക്കുവാണെങ്കിൽ പുറത്തോട്ട് വരേണ്ട ആളാരാണ്, ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആളാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, അത് കഴിഞ്ഞിട്ടുള്ള നമ്പറുള്ള ആൾ വരണം, റൈറ്റ്? സോ ഇൻസൈഡ് എന്താ സംഭവിക്കുന്നത്, ഒരു മാക്സ് ഹീപ്പിഫൈ തന്നെയാണ് ഉള്ളിൽ നടക്കുന്നത്, റൈറ്റ്? സോ മാക്സ് ഹീപ്പിഫൈ ക്യാൻ ബി യൂസ്ഫുൾ ആസ് എ പ്രയോറിറ്റി ക്യൂ. So priority queue എന്ന് പറയുമ്പോൾ it's a special type of queue in which each element is assigned a priority. The element with the highest or lowest priority is processed first regardless of the order in which it was inserted. റൈറ്റ്? സോ അങ്ങനത്തെ ഒരു ക്യൂവിനെ നമ്മൾ എന്താ പറയാ, പ്രയോറിറ്റി ക്യൂ. ഈ പ്രയോറിറ്റി ക്യൂവിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആരാണ്, മാക്സ് അല്ലെങ്കിൽ മിൻ ഹീപ്പിഫൈ ആണ് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ഏതൊക്കെ ഓപ്പറേഷൻസ് ഉണ്ടാവും, ഒബ്വിയസ്ലി ഇൻസേർഷൻ, എൻക്യൂ ചെയ്യും നമ്മൾ, ആഡ് ദ എലിമെന്റ് അറ്റ് ദി ബോട്ടം, റൈറ്റ്? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മുകളിലോട്ട് തള്ളിവിടും, റൈറ്റ്? സോ വരുന്നത് ഏത് രീതിയിലായിരിക്കാം, റൈറ്റ്? ചീഫ് മിനിസ്റ്റർ വരുന്നത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കാം, പക്ഷെ അയാളായിരിക്കും ഏറ്റവും ആദ്യം അഡ്രസ് ചെയ്യുന്നതും, അയാളായിരിക്കും ഏറ്റവും ആദ്യം എന്താണ് ഫംഗ്ഷന് പോകുന്ന ആളും, അല്ലെ? വൈ? ബിക്കോസ് ഹീസ് എ VIP, അയാൾക്ക് പ്രയോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്താ ഇൻസേർഷൻ, എൻക്യൂ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും ടോപ്പ് ബോട്ടം മോസ്റ്റ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യും, അത് ഹീപ്പിഫൈ കമ്പയർ ചെയ്ത് ഏറ്റവും ടോപ്പിൽ വരും, റൈറ്റ്? നമ്മൾ നേരത്തെ നോക്കി. എന്നിട്ട് അയാളായിരിക്കും ഏറ്റവും ആദ്യം ക്യൂ വിട്ട് പോകാൻ പോകുന്നത്. ഡിലീഷൻ എന്താണ്, റിമൂവ് ദ റൂട്ടിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എലിമെന്റ് നമ്മൾ റിമൂവ് ചെയ്യും, നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഓൾറൈറ്റ്, സപ്പോസ് 10 30 20 50 ഇങ്ങനെ എലിമെന്റ് വരുവാണ്, യു ക്യാൻ സീ ഇങ്ങനെ നമ്മൾ ക്യൂലോട്ട് തള്ളിവിടുക. നമുക്കറിയാം ഏറ്റവും ആദ്യം വന്ന ആള് 10 ആണ്, റൈറ്റ്? പക്ഷേ നമ്മൾ മാക്സ് ഹീപ്പിഫൈ മാക്സിമം പ്രയോറിറ്റി കൊടുക്കുന്ന മാക്സിമം വാല്യൂവിനാണെങ്കിൽ 15 ആയിരിക്കും ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം DQ ആവാൻ പോകുന്ന ആള് അയാൾ തന്നെ ആയിരിക്കും. ഓൾറൈറ്റ്, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഞാൻ ഇതിനെ ഡിലീറ്റ് സി 50 ഏറ്റവും ആദ്യം. സോ നമ്മൾ എന്താ ഇൻസേർട്ട് ചെയ്തപ്പോഴത്തേക്കും ഹീപ്പിഫൈ ചെയ്തിട്ട് 50 ഏറ്റവും ടോപ്പിൽ വരും, 30 then 20 then 10.
റൈറ്റ്. ദെൻ എന്താണ് നമ്മൾ ഹീപ്പിഫൈ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചത്. ദെൻ എന്താണ് you can see റിമൂവ് ചെയ്യുന്നത് ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി 15, അപ്പൊ റിമൂവ് ഏറ്റവും ആദ്യം അയാളാവും. റൈറ്റ്. ദെൻ എന്ത് സംഭവിക്കും, റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 30, 10, 20 ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓൾറൈറ്റ്. സോ എന്താണ് പ്രയോറിറ്റി ക്യൂ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്, ആൻഡ് ഹീപ്പിഫൈ വെച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ എക്സാമ്പിൾ വെച്ചത് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്. സോ ദിസ് വാസ് ഓൾ അബൌട്ട് ഹീപ്പ് ട്രീ. റൈറ്റ്. ആൻഡ് ഹീപ്പ് എന്താണ്, അതിനെ നമ്മൾ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, പ്രയോറിറ്റി ക്യൂ എന്താണ്, ഹീപ്പിഫൈ എന്താണ്, അങ്ങനത്തെ കുറച്ച് ഓപ്പറേഷൻസ് നമ്മൾ നോക്കി. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. താങ്ക് യു.